അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്തു തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അങ്ങനെ ഫിറോസ് ഖാൻ ഗ്രേറ്റസ്റ്റ് കംബാക്ക് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. സജനക്കെതിരായ തെളിവുകൾ വിത്ത് പ്രൂഫോട് കൂടിയാണ് ഇപ്പൊ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കംബാക്ക് നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല. അപ്പൊ സജന ഫിറോസ് ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബിഗ് ബോസിലെ കപ്പിൾ എൻട്രി നടത്തിയ കണ്ടസ്റ്റൻസ് ആയിരുന്നു. ബിഗ് ബോസിന് ശേഷം അവരുടേതായ കുറച്ച് കാരണങ്ങളാൽ സെപ്പറേറ്റ് ആവുകയും, പക്ഷെ കാരണങ്ങളൊന്നും അന്ന് അവര് പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് അറിയാൻ സാധിച്ചത് സജിനയ്ക്ക് റസൂൽ പൂക്കുറ്റിയുമായുള്ള അവിഹിത ബന്ധമാണ് അതിന്റെ കാരണം എന്നുള്ളത്. പിന്നീടാണ് സജിന സ്വന്തം ഇൻസ്റ്റഗ്രാമിൽ റസൂൽ പൂക്കുറ്റിയുമൊത്ത് ഒരു പോസ്റ്റ് ഇട്ടത്. ഷീസ് പ്രഗ്നന്റ്, അതും 9 വീക്സ് എന്ന് പറഞ്ഞിട്ട്. ആ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. പോസ്റ്റ് ഇട്ടതിന് ശേഷം മെഴുകലായിരുന്നു. കാരണം അത് ഞാനിട്ട പോസ്റ്റ് അല്ല, എന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തിട്ട് വേറെ ആൾക്കാരിട്ട പോസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഫിറോസ് ഖാൻ സജിനയ്ക്കെതിരായ തെളിവുകളായിട്ട് വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താ വെച്ചാൽ റസൂൽ പൂക്കുറ്റിയും സജിനയുമായിട്ടുള്ള ഒരു വോയിസ് കോൾ ആണ് ഇപ്പൊ ലീക്ക് ആയിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് റസൂൽ പൂക്കുറ്റിയുമായുള്ള ബന്ധത്തിൽ 2 അബോർഷൻ വരെ അവര് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ തെളിവുകളെല്ലാം നമ്മൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ അന്ന് പോസ്റ്റ് ഇട്ടത് ഹാക്കർ ആണെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വോയിസ് എങ്ങനെ ലീക്ക് ആയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സജിന തന്നെ റസൂൽ പൂക്കുറ്റിയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ശേഷം ഒരു യൂട്യൂബർക്ക് ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പൊ ഈ യൂട്യൂബർ ആണെങ്കിലോ ഈ ഫിറോസ് ഖാന്റെ അറിയുന്ന ഒരാളും പോയിട്ട് നേരെ ഫിറോസ് ഖാനോട് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. സംഭവങ്ങളെല്ലാം നമ്മൾ അറിയുന്ന അവസ്ഥയിലുമായി. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്തു തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞു. ഈ ഷാദി എന്ന് പറയുന്നത് റസൂൽ പൂക്കുറ്റിയുടെ വൈഫാണ്. എന്തായാലും ഓൾറെഡി കമ്മിറ്റഡ് ആയ ആൾക്കാരുടെ ലൈഫിലോട്ടൊക്കെ കയറിയിട്ടാണ് ഇങ്ങനത്തെ ആൾക്കാർ കളിക്കാൻ നിൽക്കുന്നത്. എന്തായാലും ഒരു ഭാര്യ ഉള്ളപ്പോ തന്നെയാണ് ഈ ചങ്ങായി ഈ വക പരിപാടിക്കൊക്കെ നിൽക്കുന്നത് എന്നുള്ളത് എന്തായാലും ഈ വോയിസ് നിന്ന് നമുക്ക് മനസ്സിലായി. എന്ത് രക്ഷിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കുടുംബക്കാരെ വിളിച്ച് എന്നിട്ട് ഇയാൾ നമ്മളെന്നെ സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുറ്റി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എന്റെ വീട്ടിൽ നിന്നാലും എന്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എന്റെ വീട്ടുകാരോട് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്.
അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയും. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സജിനയ്ക്ക് എന്തായാലും റസൂൽ പൂക്കുറ്റിയിൽ ഉണ്ടായ കുഞ്ഞിനെ വേണം. റസൂൽ പൂക്കുറ്റിക്ക് ആണെങ്കിൽ എങ്ങനെയും സജിനെ ഒഴിവാക്കും വേണം. സജിന ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ കുബുദ്ധി കാരണമാണെന്ന്. സജിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ട് റസൂൽ പൂക്കുറ്റി തന്നെ സജിനയുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുകയുണ്ടായി. ഫ്രണ്ട്സ് ഏതാ ടീമുകൾ നേരെ വന്നിട്ട് സജിനോട് തന്നെ കാര്യം പറഞ്ഞു. അപ്പൊ എന്റെ ഒരു നിരീക്ഷണം വെച്ച് നോക്കുമ്പോൾ വിഷമം അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടാവണം സജിന ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തത്. പോസ്റ്റ് എല്ലാവരും കണ്ടതാണ്, 9 weeks പ്രഗ്നന്റ് എന്നും പറഞ്ഞിട്ട്. ഈ വോയിസ് ഒക്കെ പബ്ലിക് ആക്കുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? ഇപ്പൊ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളും മനസ്സിലായി, കാരണം അന്ന് ഇട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സത്യമാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഫിറോസ് ഖാൻ വന്ന് പറഞ്ഞ സജിന ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. പൂക്കുറ്റിക്ക് മുമ്പേ ഒരുപാട് അഭിഹിതങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലെ തുടക്കത്തിലെ ഒരു അഭിഹിതമാണ് അവരുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ച ഒരാളുമായിട്ട് വേണ്ടാത്ത രീതിയിലുള്ള ചാറ്റും കാര്യങ്ങളും എല്ലാം ഫിറോസ് ഖാൻ കാണാൻ ഇടയുണ്ടായി. അപ്പൊ അതിനുശേഷം ഡൈവോഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സജിനെ വന്നിട്ട് ഇനി ആവർത്തിക്കില്ല, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. പിന്നീട് ഫിറോസ് ഖാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് ഈ നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസും ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിൽ തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പല രീതികളുടെ അഭിനയം, അഭിനയിക്കുന്നു എല്ലാം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവളോട് നിർത്താം, എനിക്ക് അങ്ങനെ തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്ത് ഒരു 2-3 ഇങ്ങനെ ടക്ക് 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ, ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകും. കൈമുറിച്ച കാര്യം സജിന പറയുന്നത് ഫിറോസ് ഖാന്റെ അഭിഹിതം പിടിച്ചതിന് മനം നൊന്നിട്ടാണെന്ന്. പക്ഷെ ഇതിപ്പോ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ കൈമുറിക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്, അതായത് അയൽവാസിയുമായിട്ടുള്ള ബന്ധം പിടിച്ചതിന് ശേഷം പിന്നീടാണ് സജിനയ്ക്ക് ഒരു ആൽബവുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ വിളിക്കുകയും പിന്നെ അയാളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. അതെന്തായാലും കേൾക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു സിനിമയുമായി, ഈ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളുടെ വീടോട്ട് നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരോട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനായ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു, ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജിന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആദ്യമൊന്നും കണ്ടില്ല. പക്ഷെ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്. ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിന്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് ഇതിന് മാത്രം അഹിതങ്ങളൊക്കെ ഇവിടുന്ന് ഒപ്പിക്കുന്നുണ്ടേ സജന ചേച്ചി. ആ പല്ലിലായിരിക്കും ആൾക്കാർ വീണ് പോയിണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഈ ഷാനിഫ് എന്ന് പറയുന്ന ആൾക്ക് ശേഷം പുള്ളിയൊരു ഡയറക്ടറാണല്ലോ. പിന്നെ നേരെ സജന കയറി പിടിച്ചത് ആ പ്രൊഡ്യൂസർക്ക് നേരെയാണ്. ഒന്ന് പോയ എന്താ വേറെ ഒന്ന് കിട്ടാണ്ടല്ലോ. പക്ഷെ ഫിറോസ് ഇവിടെ പറയുന്നത് പ്രൊഡ്യൂസറുടെ കൂടെ ഒളിച്ചോടി പോയി എന്നാണ്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഷാനിഫ് ഐരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ
പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്ന ഓരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്ന ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ്. മറ്റേ കൈങ്കിൾ സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവന്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. എന്താല്ലേ ഇവിടെ സജിന ഒളിച്ചോടുക മാത്രമല്ല ചെയ്തത്, എനിക്ക് ഫിറോസിനെ വേണ്ട, ഇയാളെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പേപ്പറിലടക്കം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം എന്തായാലും ആ പ്രൊഡ്യൂസർ ഫിറോസിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ. അതെന്തായാലും നമുക്കൊന്ന് കാണാം. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടെങ്കിൽ ഫിറോസിനോട് ജീവിക്കാൻ കേക്ക് പറ്റണ്ട. എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും പക്ഷെ സജിനത്താത്തയുടെ ആ ബന്ധവും അധികകാലം നീണ്ടുപോയില്ല. മുദ്രപത്രത്തിൽ എഴുതി ചിരിച്ചു കാണിച്ചു കൊടുത്തവനും ഇവളെ മടുത്തതിന് ശേഷം എന്നെ ആരും നോക്കാനില്ലേ എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ഖാന്റെ അടുത്തേക്ക് തന്നെ ഇവള് കയറി ചെല്ലുകയാണ്. ലോലനായ ഫിറോസ് ഖാൻ നേരെ ഇവളെ സ്വീകരിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും നന്നായിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. എവിടെ ലാസ്റ്റ് എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം സജിനയ്ക്ക് ഒരുപാട് സീരിയൽ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും തുടങ്ങി അവിടുത്തെ ഒരാളായിട്ട്. അതിനെപ്പറ്റി ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണമമ്മി എന്ന് വിളിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് കണ്ടിട്ടുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഒരു ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസറെ കുത്തോളം എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ചു പറയുന്നത്. എത്ര കിട്ടിയാലും സജിനത്ത പഠിക്കില്ല, വീണ്ടും പോവും അവീതത്തിന്. അതിനുശേഷമാണ് ലക്ഷ്മി എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നു. അവർക്ക് ഒരുപാട് രീതിയിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലക്ഷ്മി എന്ന് പറയുന്ന ആള് ഡ്രഗ് യൂസ് ചെയ്യാൻ കൊടുക്കും. അതേപോലെ തന്നെ ആ ഒരു ബന്ധത്തിൽ നിന്ന് വേറൊരു അവിഹിതം പൊട്ടിമുളച്ചു എന്നാണ് പറയുന്നത്. ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ ഉണ്ട്, ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അത് തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്. ഹെവി ടീമുകളോട്ടാണ്. എല്ലാ ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കറ്റ് ഒരു ടീമുണ്ട്. അതിനകത്ത് ഉബി എന്ന് പറഞ്ഞിട്ട് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കൂട്ടായിട്ട് അവൾ അതേ ക്യാരക്ടറാണല്ലോ സജിനെ. അവരെ ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദനയൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഉബി, അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ. സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ മൊബിറ്റോ അങ്ങനെ എന്തൊരു ഹോട്ടലെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ് ഇങ്ങനെ പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്കാ പ്രണയത്തില്ല. ഇവർക്ക് ഒന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. എന്തായാലും ഇത് ഒരുമാതിരി PSCയിൽ ചോദ്യം ചോദിച്ച പോലെയായി. കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അത്രത്തോളം അവിഹിതമുണ്ട്. ഡ്രഗ് മാഫിയ കേസിന് ശേഷമാണ് സജിനയ്ക്ക് ഒരു മൂവിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുന്നത്. അവിടുന്നാണ് റസൂൽ പൂക്കുറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നതും പിന്നീട് അവര് അടുത്തൊരു അവിഹിതത്തിലാവുന്നതും. അപ്പൊ ഈ റസൂൽ പൂക്കുറ്റിയുമായുള്ള ബന്ധം മനസ്സിലാക്കിയ ഫിറോസ് ഒരു ദിവസം റസൂൽ പൂക്കുറ്റിയുടെ വീട്ടിൽ പോവുകയുണ്ടായി. കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുകയും ചെയ്തു. സത്യം പറയുകയാണെങ്കിൽ റസൂൽ പൂക്കുറ്റിക്ക് മുമ്പേ ഒരു 5-6 എണ്ണം വേറെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ പൂക്കുറ്റി സാറിന്റെ വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങൾ എന്താ ഫിറോസ് ഖാന് പറയാനുള്ളതെന്ന് കേൾക്കാം.
ഇവിടെ ഉണ്ട് അപ്പം ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയോ? അല്ല, ഞാൻ ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ അറസ്റ്റ് കൂട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് വെച്ചോക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളെ നോവിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ ഇനി ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയോ? ഡൈവോഴ്സ് ആയിട്ടില്ല. നിങ്ങളിപ്പോഴും എൻ്റെ ഭാര്യയാണോ? മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചപ്പെട്ട കാര്യം ശരിയാണ്. ഇനി സജിനയുമായിട്ട് സജിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുറന്നു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു ഇനിയും പുള്ളിയെ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇത് പോകുന്നു. കാരണം എൻ്റെ കുടുംബം ഇതിന്റെ അറിവ് റോങ് ആയിരിക്കും. ഞാനിവിടെ വരും. ഞാൻ പറഞ്ഞേ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോമ്പ് ഈ നോമ്പ് ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിന്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ നിൽക്കുന്നത്. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാഗത്ത് ഒരു റോങ് ഉണ്ടാകുന്നത്. ഓക്കെ, സഹോദരൻ പറയുന്ന പ്രകാരം റസൂൽ പൂക്കുറ്റിക്ക് കുടുംബം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. അതെന്തായാലും നമുക്ക് മനസ്സിലായതാണ്. കുടുംബമാണോ വലുത് അതോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണോ എന്നുള്ളത്. പക്ഷെ ഫിറോസ് ഇവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവര് അതേപോലെ തന്നെ ആ ബന്ധം തുറന്നു പോയി. 2-3 വട്ടം പ്രഗ്നന്റ് ആവുകയും ചെയ്തു. പിന്നീട് സജിനയും റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ അപ്പൊ സജിനയുടെ ആവശ്യപ്രകാരം റസൂൽ പൂക്കുറ്റിയുടെ ലൈഫിൽ നിന്ന് സജിന പോകണമെങ്കിൽ 3 കോടി രൂപയോളം തരണം, അല്ലെങ്കിൽ ഇപ്പോ സജിനയുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ പ്രസവിക്കാൻ അനുവദിക്കണം. അപ്പൊ ഈ കാര്യത്തെ പറ്റി സജിന പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതെല്ലാം നമുക്ക് കേൾക്കാം. ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നും ഇല്ലല്ലോ അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞ ഇവന്റെ കുറെ അല്ലല്ലല്ല അത് കുഴപ്പമില്ല. ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എല്ലാം അനുഭവിക്കുന്നത്. അതിന് എനിക്ക് ഒരു ഇനിയിപ്പോ എന്തായാലും റസൂൽ പൂക്കുറ്റി വിട്ട് പോയാലും കുഴപ്പമില്ല. 3 കോടി റുപ്യ കിട്ടിയാൽ മതി. എന്തായാലും വല്ലാത്തൊരു പെണ്ണ് തന്നെ. മണി മാറ്റർ ബ്രോ. 1ഉം 2ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ 5-6 അഭിഹിതങ്ങളൊക്കെ ആദ്യമായിട്ടാ. അപ്പൊ ഇത്രയും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.